നമ്മൾ ഇന്നാളെ ടിഷ്യൂ പേപ്പർ റോസ് ഉണ്ടാക്കിയപ്പോൾ ബാക്കി വന്ന ടിഷ്യൂ ആട്ടോ ഇത് ഞാൻ ടെക്സ്ചർ ആർട്ട് ചെയ്യാമല്ലോ എന്ന് കരുതി മാറ്റി വെച്ചതാണ്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടത്, ടെക്സ്ചർ ആർട്ട് ചെയ്യുമോയെന്ന്. എന്നാൽ പിന്നെ വെച്ച് താമസിപ്പിക്കേണ്ട, ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടിഷ്യൂ പേപ്പർ വേഗം കുതിർന്ന് കിട്ടാൻ വേണ്ടി കുനുകുന അരിഞ്ഞതാണിത്. അന്ന് ആ ബ്ലൂ ടിഷ്യൂ റോസ് ഉണ്ടാക്കിയപ്പോൾ ബാക്കി വന്ന ബ്ലൂ കളർ വെള്ളമാണിത്. ഇത് നമുക്ക് വേസ്റ്റ് ആക്കണ്ട, ഇതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ പീസ് ഇതിലേക്കിട്ട് കുതിർക്കാൻ വെക്കാൻ പോവാം കേട്ടോ. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിവിടെ ഇരുന്ന് കുതിരട്ടെ. കുറച്ച് കഴിഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ ബ്ലൂ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് കളറിലുള്ളത് വേണം. അതിനായിട്ട് വേറൊരു ബൗളിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ പീസ് ഇട്ട് വെക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു റൗണ്ട് കാർഡ്ബോർഡ് പീസിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് 3 സർക്കിൾസ് വേണം. എന്താ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ബേസ് റെഡിയായി. ഇനി ടിഷ്യൂ സെറ്റാക്കാം. ആ കുതിർന്ന ടിഷ്യൂവിൽ ഞാൻ കുറച്ച് ബ്ലൂ കളർ ആഡ് ചെയ്ത് നല്ല ഡാർക്ക് ആക്കി എടുക്കുന്നുണ്ട്. വൈറ്റ് പെയിൻറ്റ് എൻ്റെ കയ്യിൽ വളരെ കുറവായിരുന്നു, എന്നാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തു. ടിഷ്യൂവിന് പിന്നെ ഓൾറെഡി വൈറ്റ് കളർ ആണല്ലോ. അങ്ങനെ ബ്ലൂ വൈറ്റ് റെഡിയായി. ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. ഏറ്റവും ഔട്ടർ സർക്കിളിൽ നമ്മൾ ഡാർക്ക് ബ്ലൂ കൊടുത്തു. ഇനി അടുത്തത് വൈറ്റ് സെറ്റാക്കണം. വൈറ്റ് കുറച്ച് കുളമാവുമെന്ന് പേടിയുണ്ടായിരുന്നു, കാരണം ആ ബ്ലൂ കളർ അതിലേക്ക് ഒലിച്ച് വരുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ കുളമാവുന്നതിന് മുമ്പ് നമുക്ക് എളുപ്പം സെറ്റ് ചെയ്യാം. ഇനി ബ്ലൂ കളറും വൈറ്റ് കളറും ടിഷ്യൂ ഇത്രയും ബാക്കിയുണ്ട്. ആ ബ്ലൂവിലേക്ക് കുറച്ച് വൈറ്റ് എടുത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ലൈറ്റ് ബ്ലൂ കിട്ടും. ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ 3ാമത്തെ ലെയറും സെറ്റായി. ഇനി കുറച്ചുകൂടി വൈറ്റ് കളർ ടിഷ്യൂ ബാക്കിയുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ബ്ലാക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ലൈറ്റ് ബ്ലൂവും ബ്ലാക്കും ഞാൻ ആദ്യമേ ഉണ്ടാക്കി വെക്കാതിരുന്നതും ഇതുകൊണ്ടാണ്. ഇങ്ങനെ ബാക്കി വരുന്ന ടിഷ്യൂ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ. അങ്ങനെ ബ്ലാക്ക് സെറ്റായി. ഇതാണ് നമ്മൾ സെൻറ്ററിൽ കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ നടുവിൽ ബ്ലാക്ക് കളറും സെറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇത് നമ്മൾ പണ്ട് ഉണ്ടാക്കിയ ഒരു മിനി ഈസൽ സ്റ്റാൻഡാട്ടോ. അതിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. കൈ എടുത്താൽ താഴെ പോകുമെന്ന് പേടിയുള്ളതുകൊണ്ട് ഞാൻ ഒരു കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.